ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായ റെസിപ്പിയുമായിട്ടാണ്. അവിൽ കേസരി. ഇത് ഞാൻ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് അവിലാണ്. ഈ റെസിപ്പി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അവർ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണിത്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് അവിൽ 2 കപ്പ്, നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, കാഷ്യൂ നട്ട്സ് ആവശ്യത്തിന്, ഏലക്കായ 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇവയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 2 കപ്പ് വൈറ്റ് അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ 2 കപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ആദ്യം നമുക്ക് ഈ അവിലിനെ ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അവിലിനെ അതിലേക്ക് ഇടുക. എന്നിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ അവിലിനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അവിലിനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അവിൽ ഇടാം. ഇനി ഇതിനെ ഈ നെയ്യിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നെയ്യും അവിൽ പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ചതച്ച ഏലക്കായയോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഫുഡ് കളർ വേണമെങ്കിൽ അത് ചേർക്കാം. ഇനി ഇത് രണ്ടുമല്ല ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് കളറില്ലാന്നേ ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇനി പഞ്ചസാരയും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര മെൽറ്റായി പാലൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇതിനെ കൈവിടാതെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാലൊക്കെ നല്ല പോലെ കുറുകി അവിലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അവൽ കേസരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയുമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.